ഗൈസ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും നിങ്ങൾ ഈ ചന്ദനത്തിരി കൊണ്ട് എന്താ പരിപാടി എന്നല്ലേ. അപ്പോൾ ഞാൻ മുടിയൊന്ന് പുകയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാ. മുടി പുകയിടുക എന്നല്ലല്ലോ, ഈ മുടിയിലും നമ്മൾ കുന്തിരിക്കൊക്കെ പുകയ്ക്കില്ല ഗൈസ്. അപ്പോൾ അതുപോലെ നമുക്ക് ചന്ദനത്തിരി കൊണ്ട് നമ്മുടെ മുടിക്ക് ഇടയ്ക്ക് പുകയിട്ട് കൊടുക്കാട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എനിക്ക് ചന്ദനത്തിരി ഭയങ്കര പേടിയായിരുന്നു, കാരണം മരിച്ച വീട്ടിലൊക്കെയാണല്ലോ ചന്ദനത്തിരി എത്തിക്കുക. അപ്പോൾ നിങ്ങളാലോചിക്കും ഈ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ചന്ദനത്തിരി കൊണ്ട് എന്താ പരിപാടി എന്നല്ലേ. ചന്ദനത്തിരിക്ക് പ്രത്യേകിച്ച് ജാതി മതമൊന്നും ഇല്ലല്ലോ. നമ്മുടെ വീട്ടിലും ചന്ദനത്തിരി വൈകിട്ട് വിളക്കെത്തിക്കുമ്പോൾ എഴുതിരി എത്തിക്കുമ്പോൾ കത്തിച്ചു വിടാറുണ്ട് കേട്ടോ. നല്ല പോസിറ്റീവ് എനർജി, നല്ല മണമല്ലേ. അപ്പോൾ നമ്മൾ ഈ ചന്ദനത്തിരിക്ക് നല്ല സ്മെല്ലാണ്. ഇത് ലാവണ്ടറിൻ്റെ ആട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുടിയിലൊന്ന് പുകച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഗൈസ്. നല്ല അടിപൊളി സ്മെല്ലുണ്ടാവും കേട്ടോ. നമ്മൾ കുന്തിരിക്കാൻ പോയിക്കണ പോലെ തന്നെ ഇടയ്ക്ക് ഈ ചന്ദനത്തിരിയൊക്കെ പോയിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല സ്മെല്ല്, നമുക്ക് നല്ല അടിപൊളി ഫീലാട്ടോ. ഞാൻ ലാവണ്ടറിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടത് ഇതാണ് കേട്ടോ, നല്ല സ്മെല്ല്, നല്ല അടിപൊളി സ്മെല്ല്. പണ്ടത്തെ നമ്മുടെ ഒരു മുല്ലപ്പൂവിൻ്റെ സോപ്പില്ല, പണ്ട് 10 രൂപയ്ക്ക് കിട്ടണേ ആ ഒരു മുല്ലപ്പൂവിൻ്റെ സോപ്പിൻ്റെ സെയിം സ്മെല്ലാണ് കേട്ടോ എനിക്ക്. അതിൽ നല്ല അടിപൊളി സ്മെല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതുപോലെ മുടിയിൽ ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മുടിക്ക് നല്ല അടിപൊളി സ്മെല്ലാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈറൻ മുടിയിൽ ആ ഒരു നനവ് ചെറുതായിട്ടൊന്ന് മാറി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് പുകച്ച് അതിന് മുടി പുകച്ച് കത്തിക്കരുത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ല സ്മെല്ല് കിട്ടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.